ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ തോമസ് ഡാനിയൽ മാറ്റാമ്പുറം, തൃശൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 84 സങ്കീർത്തനം 5 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഘോരകപുത്രന്മാരാൽ രചിക്കപ്പെട്ട ഈ സങ്കീർത്തനത്തിൽ അതിൻ്റെ 5 വാക്യത്തിൽ ആരാണ് ഭാഗ്യവാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവാത്മാവിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ബലം അനുഭവിക്കുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തുമ്പോൾ ഈ സത്യം വ്യക്തമാക്കുകയാണ്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുവാൻ പ്രബോധിപ്പിക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് ദൈവം യോശുവയെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. 2-ാമത്തെ കാര്യത്തിൽ യോശുവയെ ഓർപ്പിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. കൂടാതെ ദൈവം ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ പ്രവൃത്തി സാധിക്കുവാനും നാം കൃതാർത്ഥരായിത്തീരുവാനും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കേണ്ടത് അത്യാവശ്യമാണ്. യോശുവയോട് ദൈവം അതാണ് പറയാനായിട്ടിടയായി തീർന്നത്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത് ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുന്നതിൽ അധിഷ്ഠിതമാണ്. അവയെ ചെയ്യുന്നവൻ അവയാൽ ജീവിക്കും. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ പിശാച് എന്താണ് ചെയ്യുന്നത്? നാം ദൈവവചനം പ്രമാണിക്കാതിരിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കാതിരിക്കുവാൻ പല മാർഗ തടസ്സങ്ങളും ഉണ്ടാക്കി നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ് ബലമുള്ള മനുഷ്യൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 3 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ഇസ്രായേൽ ജാതിയെക്കുറിച്ചുള്ള ഒരു ഹാമാൻ്റെ ഒരു പരാമർശം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. താൻ ഇങ്ങനെയാണ് പറയാനായിട്ടിടയായിത്തീർന്നത്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളിൽ നിന്നും വ്യത്യസ്തമാണ്. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. 127 സംസ്ഥാനങ്ങളിലായി മറ്റുള്ളവരുടെ ഇടയിൽ ചിതറിക്കിടന്ന യഹൂദന്മാർ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്? അവർ മറ്റുള്ളവരെ പോലെ ജീവിച്ചില്ല. ഹാമാൻ്റെ ഉള്ള വാക്കുകൾ ശ്രദ്ധേയം തന്നെയാണ്. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിൽ നിന്നും വ്യത്യാസമാണ്. അവർ വചനം പ്രമാണിച്ച് ജീവിച്ചു എന്നുള്ളത് അവരെ ആ രാജ്യത്ത് തന്നെ വ്യത്യസ്തരാക്കി. ദൈവമക്കൾ വചനം പ്രമാണിച്ച് ജീവിച്ചാൽ അന്ധകാര നിബിഡമായ ഈ തലമുറയിൽ നമുക്ക് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനായിട്ട് സാധിക്കും.
അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഹൂദ ജനത്തെ ഉന്മൂലനം ചെയ്യുവാൻ അതിനായി കെണിയൊരുക്കിയ ഹാമാൻ കെണിയിൽ തന്നെ വീണു എന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ദൈവജനം അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ, സൂക്ഷിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ദൈവജനം വചനം പ്രമാണിക്കുമ്പോൾ അവരെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവജനം കടുത്ത പരിശോധനകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. എന്നിരുന്നാലും ആ പരിശോധനകളിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിച്ച ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ദാസനെ ദൈവം വിടുവിച്ചു എന്നുള്ള അനുഗ്രഹീതമായ സാക്ഷ്യമാണ് മൊർദെഖായിയുടെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ദാനിയേൽ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ താൻ എടുത്ത തീരുമാനം രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല, എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരായി ഞാൻ ജീവിക്കുകയില്ലെന്നുള്ള ദാനിയേലിൻ്റെ തീരുമാനം അനുകരണീയമാണ്. എല്ലാ സ്വാതന്ത്ര്യവും ആ ദേശത്ത് ജീവിക്കുവാനും അവിടെയുള്ള ആഹാരങ്ങൾ കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ദൈവത്തെ ഭയപ്പെട്ട, ദൈവത്തിന് വചനം പ്രമാണിക്കാൻ ഉത്സാഹിയായിരുന്ന, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ദാനിയേൽ അപ്രകാരം ഒരു തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ദാനിയേൽ ഈ നിലയിൽ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോഴാണ് നാം ബലമുള്ളവരായി തീരുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെടുവാനും ഭാഗ്യവാന്മാരെന്നുള്ള പദവിയിൽ ജീവിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.